ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു SSC മലയാളി. SSC മലയാളിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പേഴ്സൻറ്റേജ് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് പേഴ്സൻറ്റേജിൻ്റെ പാർട്ട് 4 വീഡിയോ ആണ്. അപ്പോൾ ആദ്യത്തെ 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ എന്താണ് പേഴ്സൻറ്റേജ് ഫ്രാക്ഷൻ കൺവേർഷൻ, ഫ്രാക്ഷൻ ടു പേഴ്സൻറ്റേജ് കൺവേർഷൻ, മിക്സ്ഡ് ഫ്രാക്ഷൻസ് എന്നാൽ എന്താണ്, പിന്നെ രണ്ടാമത്തെ വീഡിയോയിൽ പേഴ്സൻറ്റേജ് ഇൻക്രീസ് ഡിക്രീസ്, മൾട്ടിപ്ലൈയിങ് ഫാക്ടറിൻ്റെ കൺസെപ്റ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠിച്ചു. മൂന്നാമത്തെ വീഡിയോ മുതൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അഥവാ TCS പാറ്റേണിലുള്ള വ്യത്യസ്തമായ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ പാർട്ട് 4 നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ദ വാല്യൂ ഓഫ് എൻ ആർട്ടിക്കിൾ ഡിപ്രീഷിയേറ്റ് എവറി ഇയർ അറ്റ് എ റേറ്റ് ഓഫ് 10% ഓഫ് ഇറ്റ്സ് വാല്യൂ. ഇഫ് ദ പ്രസന്റ് വാല്യൂ ഓഫ് ആർട്ടിക്കിൾ ഈസ് 729, then its worth 3 years ago was. ഈ ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത അതേ ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്. അവിടെ 2 ഇയർ ആയിരുന്നു, ഇവിടെ 3 ഇയർ ആണ്. ആ ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഇങ്ങനെ ചെയ്യാത്ത റേഷ്യോ മെത്തേഡ് വെച്ചാണ് നമ്മൾ ചെയ്യാറുള്ളത്. നമ്മൾ പറഞ്ഞതാണ് ഇവിടെ 10% എന്ന് പറഞ്ഞാൽ 1/10 ആണ്. അപ്പോൾ 10% ഡിക്രീസ് എന്ന് പറഞ്ഞാൽ 10 1 കുറഞ്ഞ് 9 ആയി. അതിന് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഫസ്റ്റ് വർഷം 10 1 കുറഞ്ഞ് 9 ആയി. വീണ്ടും 10 1 കുറഞ്ഞ് 9 ആയി. ഇവിടെ 3 വർഷമുണ്ട്, അപ്പോൾ 3 പ്രാവശ്യം എഴുതണം. 10 1 കുറഞ്ഞ് 9 ആയി. ഓക്കെ, ഇവിടെ 9 × 9 81, 81 × 9 729 കിട്ടും. അപ്പോൾ 3 വർഷത്തിന് ശേഷം 729 ആണ്. 3 വർഷത്തിന് മുമ്പ് 10 × 10 100, 100 × 10 1000 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത അതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. 10% എന്ന് പറഞ്ഞാൽ 1/10. 10% കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇയറിൽ 10 9 ആയി, രണ്ടാമത്തെ ഇയറിലും 10 9 ആയി, മൂന്നാമത്തെ ഇയറിലും 10 9 ആയി. 9 × 9 × 9 729. അപ്പോൾ 3 വർഷത്തിന് മുമ്പ് 10 × 10 × 10 1000 എന്ന് വളരെ സിമ്പിൾ ആയിട്ട് കിട്ടും. അപ്പോൾ ഈ ക്വസ്റ്റ്യന് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. ഇത്തരത്തിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. A student multiplied a number by 3/5 instead of 5/3. What is the percentage error in the calculation? ഓക്കെ, ഇപ്പോൾ 5/3 കൊണ്ടായിരുന്നു മൾട്ടിപ്ലൈ ചെയ്യേണ്ടിരുന്നത്. 5/3 കൊണ്ടായിരുന്നു മൾട്ടിപ്ലൈ ചെയ്യേണ്ടിരുന്നത്, പക്ഷെ മൾട്ടിപ്ലൈ ചെയ്തത് 3/5 കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യനിൽ നമ്മൾ ഈ ഡിനോമിനേറ്ററുള്ള 3 5 ഇതിന്റെ LCM ആ നമ്പർ ആയിട്ട് അസ്യൂം ചെയ്യും. ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ ഏത് നമ്പർ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഡിനോമിനേറ്ററുള്ള 3 5 അതിന്റെ LCM അല്ലെങ്കിൽ LCMന്റെ മൾട്ടിപ്പിൾ ആയാലും മതി. കട്ട് ചെയ്ത് പോകാൻ വേണ്ടിയാണ് അങ്ങനെ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ 15 ആണ് ഇതിന്റെ LCM. 3 5ന്റെ LCM 15 ആണ്. 15 ആ നമ്പർ ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്തു. അപ്പോൾ ഒറിജിനൽ നമ്മൾ ഈ 15നെ ശരിക്കും മൾട്ടിപ്ലൈ ചെയ്യേണ്ടിരുന്നത് 5/3 കൊണ്ടാണ് അല്ലെ. ഇവിടെ 15ഉം 3ഉം ഒക്കെ ഇതായി 5 വരും. 5 × 5 25 വരും. ഇത് നമ്മുടെ ഒറിജിനൽ വാല്യൂ ആണ്. ഇത് ഒറിജിനൽ വാല്യൂ ആണ്. പക്ഷെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തത് 15നെ മൾട്ടിപ്ലൈ ചെയ്തത് 3/5 കൊണ്ടാണ് അല്ലെ. 5ഉം 5ഉം ക്യാൻസലായി 3 × 3 9 എന്ന് കിട്ടും. ഇത് നമ്മള് ഫാൾസ് വാല്യൂ ആണ്, തെറ്റായ വാല്യൂ. ഇത് ഫാൾസ് ആണ്. ഓക്കെ, അപ്പോൾ പേഴ്സൻറ്റേജ് എറർ കാണുന്നുണ്ടെങ്കിൽ എറർ ഡിവൈഡഡ് ബൈ ഒറിജിനൽ വാല്യൂ. എറർ ഡിവൈഡഡ് ബൈ ഒറിജിനൽ വാല്യൂ ഇൻറ്റു 100. ഡിനോമിനേറ്ററിൽ ഒറിജിനൽ വാല്യൂ ആണ് വരേണ്ടത്, പ്രത്യേകം ശ്രദ്ധിക്കുക. എറർ എന്ന് പറഞ്ഞാൽ ഈ 15ന്റെയും 9ന്റെയും ഡിഫറൻസ് ആയ 16 ആണ് അല്ലെ. 25ന്റെയും 9ന്റെയും ഡിഫറൻസ് 16 ആണ് എറർ. ഓക്കെ, 16 ഡിവൈഡഡ് ബൈ ഒറിജിനൽ വാല്യൂ 25 ഇൻറ്റു 100 വരും. 25 100ഉം ക്യാൻസൽ ചെയ്യാം. 4 16 × 4 64% ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടിയിരുന്നത് 5/3 കൊണ്ടാണ്.
പക്ഷെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തത് 3/5 കൊണ്ടാണ്. അപ്പോൾ ഡിനോമിനേറ്ററുള്ള 3ന്റെയും 5ന്റെയും LCM ആ നമ്പറായിട്ട് നമ്മൾ അസ്യൂം ചെയ്തു. അപ്പോൾ LCM ആയ 15നെ 5/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത 25 ആണ് നമ്മുടെ ഒറിജിനൽ വാല്യൂ. 15നെ 3/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന 9 നമ്മുടെ ഫാൾസ് വാല്യൂ ആണ്. അപ്പോൾ പെർസെൻറ്റേജ് എറർ കാണുന്നുണ്ടെങ്കിൽ എറർ ഡിവൈഡഡ് ബൈ ഒറിജിനൽ വാല്യൂ ഇൻറ്റു 100. എറർ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ വാല്യൂ ഫാൾസ് വാല്യൂ നമ്മൾ ഡിഫറൻസ് അഥവാ 16 ഡിവൈഡഡ് ബൈ 25 ഇൻറ്റു 100. 25ഉം 100ഉം പിന്നെ ക്യാൻസലായി 4, 16 ഇൻറ്റു 4 64% എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഈ ക്വസ്റ്റ്യന് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും പാടി കണ്ടു നോക്കുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. If the difference of two number is 20% of larger number, if the smaller number is 20, then the larger number is. Okay. ഇവിടെ 20% എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം 20% 1/5 ആണ്. 20% 1/5 ആണ്. ഇവിടെ നമ്മൾ ലാർജർ നമ്പർ, ഡിഫറൻസ്, സ്മാളർ നമ്പർ എടുക്കും. ഇവിടെ ഈ 5നെ നമ്മൾ ലാർജർ നമ്പർ ആയിട്ട് അസ്യൂം ചെയ്തു. ലാർജർ നമ്പർ 5 യൂണിറ്റ് ആയിട്ട് അസ്യൂം ചെയ്തു. അപ്പോൾ ലാർജർ ഈ 20% 1/5 എന്നതിന്റെ അർത്ഥം 5ന്റെ 20% ആണ് 1. നമ്മൾ ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദ ഡിഫറൻസ് ഓഫ് ടു നമ്പർ ഈസ് 20% ഓഫ് ലാർജർ നമ്പർ. അപ്പൊ ലാർജർ നമ്പർ 5 ആണെങ്കിൽ ഡിഫറൻസ് അതിന്റെ 20% ആയ 1 അല്ലേ? ലാർജർ നമ്പർ 5 ആണെങ്കിൽ ഡിഫറൻസ് അതിന്റെ 20% ആയ 1 ആണ്. അപ്പൊ ഡിഫറൻസ് 1, 5ന്ന് 1 പോയാൽ 4, സ്മാളർ നമ്പർ 4 യൂണിറ്റിന്റെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 20 ആണെന്ന് തന്നിട്ടുണ്ട്. 4 ഇൻറ്റു 5 ആണ് 20. അപ്പൊ ലാർജർ നമ്പറിന്റെ വാല്യൂ 5 ഇൻറ്റു 5 25 എന്ന് വരും. ഓക്കെ, 5 ഇൻറ്റു 5 25 എന്ന് വരും. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. 20% എന്ന് പറഞ്ഞാൽ 1/5 ആണ്. ഈ 5നെ നമ്മൾ ലാർജർ നമ്പർ ആയിട്ട് അസ്യൂം ചെയ്തു. അപ്പോൾ ലാർജർ നമ്പർ 5 ആണെങ്കിൽ ഡിഫറൻസ് 5ന്റെ 20% ആയ 1 ആണ്. 5ന്ന് 1 കുറച്ചാൽ 4 ആണ് സ്മാളർ നമ്പർ. സ്മാളർ നമ്പർ 4 യൂണിറ്റിന്റെ വാല്യൂ 20 ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പൊ 4 ഇൻറ്റു 5 ആണ് 20. അപ്പൊ ലാർജർ നമ്പർ 5 ഇൻറ്റു 5 25 എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. If the numerator of fraction increased by 20% and denominator decreased by 5%, the value of new fraction becomes 5/2. The original fraction is. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ന്യൂമറേറ്റർ 20% കൂടി, ഡിനോമിനേറ്റർ 5% കുറഞ്ഞു. അപ്പോൾ ന്യൂ ഫ്രാക്ഷന്റെ വാല്യൂ 5/2 ആയി. അങ്ങനെയായിരുന്നെങ്കിൽ ഒറിജിനൽ ഫ്രാക്ഷൻ എന്താണ്? അപ്പോൾ നമ്മൾ ഒറിജിനൽ ഫ്രാക്ഷൻ x/y ആയിട്ട് എടുത്തു. ഈ ന്യൂമറേറ്റർ 20% ഇൻക്രീസ് ചെയ്തു. 20% ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ അതിന്റെ മൾട്ടിപ്ലൈയിങ് ഫാക്ടർ എന്താണ്? നമ്മൾ പറഞ്ഞത് 120/100 അഥവാ 6/5 ആണ് മൾട്ടിപ്ലൈയിങ് ഫാക്ടർ. നമ്മൾ പറഞ്ഞതാണ് മൾട്ടിപ്ലൈയിങ് ഫാക്ടറിന്റെ കൺസെപ്റ്റ് ഒക്കെ നമ്മൾ പറഞ്ഞതാണ് 6/5. ഡിനോമിനേറ്റർ ഡിക്രീസ്ഡ് ബൈ 5%. 5% ഡിക്രീസ് ആയി പറഞ്ഞാൽ 95/100 അഥവാ 19/20 ആണ് ഡിനോമിനേറ്റർ. ഓക്കെ, ഡിക്രീസ്ഡ് ബൈ 5%. ഇതിന്റെ വാല്യൂ ആണ് നമുക്ക് 5/2 എന്ന് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഇതിനെ സോൾവ് ചെയ്താൽ മതി. 6x ഡിവൈഡഡ് ബൈ 5, 19y ഡിവൈഡഡ് ബൈ 20. ഈ 20ഉം 5ഉം ക്യാൻസൽ ആയാം 4. ഓക്കെ, ഈ 4 മേലേക്ക് വന്നാൽ 6x ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 19y. അപ്പോൾ 24x ഡിവൈഡഡ് ബൈ 19y എന്നുള്ളത് 5/2 എന്ന് കിട്ടും. 5/2 എന്ന് കിട്ടും. അപ്പോൾ x/y എന്നുള്ളത് 95 ഡിവൈഡഡ് ബൈ 48 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. ഒന്നുമില്ല, x/5 നമ്മൾ അതിനെ ഫ്രാക്ഷൻ ആയിട്ട് അസ്യൂം ചെയ്തു. x/5 20% കൂടിയെന്ന് പറഞ്ഞാൽ ഇൻറ്റു 6/5, ന്യൂമറേറ്ററിൽ ഇൻറ്റു 6/5, ഡിനോമിനേറ്ററിൽ 5% കൂടി, 5% ഡിനോമിനേറ്ററിൽ 5% കുറഞ്ഞു, അഥവാ 95/100 19/20 എന്ന് കിട്ടും.
ഓക്കെ, അത് ഈക്വൽ ടു 5/2 എന്ന് കിട്ടും. അപ്പോൾ 6x/5 ഡിവൈഡ് ബൈ 19y ബൈ 4 ഈക്വൽ ടു 24x ഡിവൈഡ് ബൈ 19y എന്നുള്ളത് 5/2 എന്ന് കിട്ടും. അപ്പോൾ x/y എന്നുള്ളത് 95/48 എന്ന് കിട്ടും. അപ്പോൾ ഈ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. നമുക്ക് എന്തായാലും അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, if A's height is 10% more than B's height, by how much percentage B's height less than of A? അപ്പോൾ ഇവിടെ എയുടെ ഹൈറ്റ് ബിയുടെ ഹൈറ്റിനേക്കാൾ 10% കൂടുതലാണ്. 10% കൂടുതലാണെന്ന് പറഞ്ഞാൽ 10% എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1/10 ആണ്. അപ്പൊ 10% കൂടുതൽ എന്ന് പറഞ്ഞാൽ 10 1 കൂടി 11 ആയി. എവിടെയാണ് 11? എയുടെ ഹൈറ്റ് ആണ് കൂടുതൽ. അപ്പൊ ബിയുടെ ഹൈറ്റ് 10 ആയിരുന്നു, എയുടെ ഹൈറ്റ് അതിന്റെ 10% ആയി 1 കൂടി 11 ആയി. ഓക്കെ, ഇനി ബൈ ഹൗ മച്ച് പെർസെന്റേജ് ബീസ് ഹൈറ്റ് ലെസ് ദാൻ ദാറ്റ് ഓഫ് എയേക്കാൾ എത്ര പെർസെന്റേജ് കുറവാണ് ബിയുടെ ഹൈറ്റ്? എയേക്കാൾ എത്ര കുറവാണ്? 1 കുറവാണ്. ആരേക്കാൾ? എയേക്കാൾ. അപ്പൊ ഡിനോമിനേറ്ററിൽ 11 വരും, ഇൻറ്റു 100 എന്ന് വരും. ഇതിന്റെ ആൻസർ 9/111% എന്ന് വരും. ഇതാണ് ഇതിന്റെ ആൻസർ. 9/111% എന്ന് വരും. എയുടെ ഹൈറ്റ് ബിയുടെ ഹൈറ്റിനേക്കാൾ 10% കൂടുതലാണ്. അപ്പോൾ ബിയുടെ ഹൈറ്റ് 10 ആണെങ്കിൽ എയുടെ ഹൈറ്റ് 11. അപ്പോൾ ബിയുടെ ഹൈറ്റ് എയേക്കാൾ എത്ര കുറവാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബിയുടെ ഹൈറ്റ് എയേക്കാൾ 1 യൂണിറ്റ് കുറവാണ്. ആരേക്കാൾ? എയേക്കാൾ. അപ്പോൾ ഡിനോമിനേറ്ററിൽ 11 വരും. അപ്പോൾ 1/11 ഇൻറ്റു 100 9/111% എന്നാണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. B got 20% mark less than A. What percentage mark did A got more than B? അപ്പോൾ ഇവിടെയും അതേ സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. എ ബി എടുത്ത് ചെയ്താൽ ബിക്ക് എയേക്കാൾ 20% ലെസ് മാർക്കാണ് കിട്ടിയത്. 20% എന്ന് പറഞ്ഞാൽ 1/5. അപ്പോൾ എക്ക് 5 യൂണിറ്റ് മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ബിക്ക് അതിന് 20% കുറവാണ്. അപ്പോൾ ബിക്ക് 4 യൂണിറ്റ് ആണ് കിട്ടിയിട്ടുള്ളത്. വാട്ട് പെർസെന്റേജ് മാർക്ക് ഡിഡ് എ ഗോട്ട് മോർ ദാൻ ബി? ബിയേക്കാൾ എത്ര പെർസെന്റേജ് ആണ് എക്ക് കൂടുതൽ കിട്ടിയിട്ടുള്ളത്? എക്ക് 1 യൂണിറ്റ് ആണ് കൂടുതൽ കിട്ടിയിട്ടുള്ളത്. ആരേക്കാൾ? ബിയേക്കാൾ. 1/4 ഇൻറ്റു 100 അഥവാ 25% നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് കിട്ടും. ഓക്കെ, അഥവാ ബി ഗോട്ട് 20% മാർക്ക് ലെസ് ദാൻ എയേക്കാൾ 20% മാർക്ക് കുറവാണ്. അപ്പോൾ എക്ക് 5 യൂണിറ്റ് മാർക്ക് ആണെങ്കിൽ ബിക്ക് 4 യൂണിറ്റ് ആണ്. അപ്പോൾ വാട്ട് പെർസെന്റേജ് മാർക്ക് ഡിഡ് എ ഗോട്ട് മോർ ദാൻ ബി? ബിയേക്കാൾ എത്ര കൂടുതലാണ്? ബിയേക്കാൾ 1 യൂണിറ്റ് കൂടുതലാണ്. ആരേക്കാൾ? ബിയേക്കാൾ. അപ്പോൾ ഡിനോമിനേറ്ററിൽ 4 വരും. 1/4 ഇൻറ്റു 100 25% എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. Two numbers are respectively 20% and 50% of third number. What percentage is the first number of second? അപ്പോൾ ഇത്തരത്തിലെ ക്വസ്റ്റ്യൻ ചെയ്യാൻ നമ്മൾ 3 നമ്പറാണ് ഇവിടെ ഉള്ളത്. ഒന്നാമത്തെ നമ്പർ, രണ്ടാമത്തെ നമ്പർ, മൂന്നാമത്തെ നമ്പർ. Two numbers are respectively 20% and 50% of third number. ഇവിടെ തേർഡ് നമ്പർ വെച്ചാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ തേർഡ് നമ്പർ 100 ആക്കി എടുക്കുക. തേർഡ് നമ്പർ 100 ആക്കി എടുക്കുക. ഈ 100ന്റെ 20% ആണ് ഫസ്റ്റ് നമ്പർ. അപ്പോൾ ഫസ്റ്റ് നമ്പർ 20, സെക്കൻഡ് നമ്പർ 100ന്റെ 50% ആണ്. അപ്പോൾ സെക്കൻഡ് നമ്പർ 50. 100ന്റെ 20% എന്ന് പറഞ്ഞാൽ 20 ആണ്. 100ന്റെ 50% എന്ന് പറഞ്ഞാൽ 50 ആണ്. ഓക്കെ, വാട്ട് പെർസെന്റേജ് ഈസ് ഫസ്റ്റ് നമ്പർ ഓഫ് സെക്കൻഡ്? ഫസ്റ്റ് നമ്പർ സെക്കൻഡിന്റെ എത്ര പെർസെന്റേജ് ആണ്? ഫസ്റ്റ് നമ്പർ 20 ആണ്, സെക്കൻഡ് നമ്പർ 50 ആണ്. ഡിനോമിനേറ്ററിൽ സെക്കൻഡ് നമ്പർ ആണ് വരിക. കാരണം സെക്കൻഡ് നമ്പറിന്റെ എത്ര പെർസെന്റേജ് ആണ് ഫസ്റ്റ് നമ്പർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇൻറ്റു 100 എന്ന് വരും. ഈ 0 ക്യാൻസൽ. 2/5ന്റെ എത്രയാണ്? 40% എന്ന് നമുക്ക് കിട്ടും. 2/5ന്റെ പെർസെന്റേജ് വാല്യൂ 40% ആണ് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കണം. ഇവിടെ തേർഡ് നമ്പർ നമ്മൾ 100 ആക്കി എടുത്തു. തേർഡ് നമ്പറിന്റെ 20% ഫസ്റ്റ് നമ്പർ. അപ്പോൾ 100ന്റെ 20% ആയ 20 ആണ് ഫസ്റ്റ് നമ്പർ. തേർഡ് നമ്പറിന്റെ 50% ആണ് സെക്കൻഡ് നമ്പർ. അപ്പൊ 100ന്റെ 50% ആയ 50 ആണ് സെക്കൻഡ് നമ്പർ. വാട്ട് പെർസെന്റേജ് ഈസ് ഫസ്റ്റ് നമ്പർ ഓഫ് സെക്കൻഡ്? ഫസ്റ്റ് നമ്പർ സെക്കൻഡിന്റെ എത്ര പെർസെന്റേജ് ആണ്? അപ്പൊ 20/50 ഇൻറ്റു 100 അഥവാ 40% എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Two number are more than 20% and 50% of third number respectively. Find the first number is what percentage of second. ഓക്കെ, ഇതും അതേപോലത്തെ ക്വസ്റ്റ്യൻ ആണ്. ചെറിയ ഡിഫറൻസ് ഉണ്ട് തന്നെ ഉള്ളൂ. ആദ്യം ഫസ്റ്റ് നമ്പർ, സെക്കൻഡ് നമ്പർ, തേർഡ് നമ്പർ. ഓക്കെ, ഇവിടെ മോർ ദാൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്, അപ്പോൾ കൂടുതലാണെന്നാണ് പറഞ്ഞത്. തേർഡ് നമ്പറിന്റെ 20%, 50% കൂടുതലാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തേർഡ് നമ്പർ നമ്മൾ 100 തന്നെ എടുത്തു. തേർഡ് നമ്പർ 100 എടുത്തു. തേർഡ് നമ്പറിന്റെ 20% ആണ് ഫസ്റ്റ് നമ്പർ കൂടുതൽ. അപ്പോൾ ഫസ്റ്റ് നമ്പർ 120 എടുക്കും. 20% കൂടുതലാണ്. ഓക്കെ, ഇവിടെ 50% സെക്കൻഡ് നമ്പർ കൂടുതൽ, അപ്പോൾ 150 എടുത്തു. ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞ മാതിരി ഫൈൻഡ് ദ ഫസ്റ്റ് നമ്പർ ഈസ് വാട്ട് പെർസെൻറ്റേജ് ഓഫ് സെക്കൻഡ്. ഓക്കെ, ഫസ്റ്റ് നമ്പർ 120 ആണ്, സെക്കൻഡ് നമ്പർ 150 ആണ്, ഇൻറ്റു 100 എന്ന് വരും. എത്ര മൂന്നുണ്ട്? 4 3, ഇവിടെ 5 3 അല്ലെ. 4/5 ഇൻറ്റു 100 80% എന്ന് നമുക്ക് കിട്ടും അല്ലെ. 4/5 ഇൻറ്റു 100 80% എന്ന് കിട്ടും. ഓക്കെ, ഇത് അതേപോലെ തന്നെയാണ്, കഴിഞ്ഞ ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ്. പക്ഷെ ഇവിടെ കൂടുതൽ മോർ ദാൻ ആണെന്ന് പറഞ്ഞിട്ടുള്ളത്. തേർഡ് നമ്പർ 100% എടുത്തു. 100ന്റെ 20% ആണ് ഫസ്റ്റ് നമ്പർ കൂടുതൽ, ഫസ്റ്റ് നമ്പർ 120 100ന്റെ 50% ആണ് സെക്കൻഡ് നമ്പർ കൂടുതൽ, അപ്പൊ സെക്കൻഡ് നമ്പർ 150 ഫൈൻഡ് ഫസ്റ്റ് നമ്പർ ഈസ് വാട്ട് പെർസെന്റ് ഓഫ് സെക്കൻഡ്. ഫസ്റ്റ് നമ്പർ സെക്കൻഡിന്റെ എത്ര പെർസെന്റ് ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ സെക്കൻഡ് നമ്പർ ആയ 150 ആണ് ഡിനോമിനേറ്ററിൽ വരിക. ഫസ്റ്റ് നമ്പർ ആയ 120 ന്യൂമറേറ്ററിൽ വരും. 120/150 × 100 ഈക്വൽ ടു 80% എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. A person spent 66 2/3% of his income is able to save 1200 per month. His monthly expenses. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇക്വേഷൻ ആണ് ഇൻകം ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ പ്ലസ് സേവിങ്. അഥവാ നമുക്ക് കിട്ടുന്ന ടോട്ടൽ ഇൻകം നമ്മൾ ചെലവാക്കുന്നതിന്റെയും സേവിങ്സിന്റെയും ആകെത്തുകയാണ്. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ സേവിങ്സ് എന്ന് പറഞ്ഞാൽ ഇൻകത്തിൽ നിന്ന് എക്സ്പെൻഡിച്ചർ കുറച്ചതാണ്. നമുക്കിപ്പോ കുറച്ച് ഇൻകം കിട്ടുന്നുണ്ട്, അതിന് എത്ര നമ്മൾ ഒരു മാസത്തിലെ എക്സ്പെൻഡിച്ചർ ഉണ്ട് അത് കുറച്ചാലാണ് നമുക്ക് ആ മാസത്തിലെ സേവിങ്സ് കിട്ടുക അല്ലെ. അപ്പൊ ഇൻകം ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ പ്ലസ് സേവിങ്സ് ആണ് ഇവിടെ നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, ഇൻകം ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ പ്ലസ് സേവിങ്സ് ആണ്. ഓക്കെ, ഇവിടെ 66 2/3% ഇൻകാണ് സ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ എക്സ്പെൻഡിച്ചർ 66 2/3% ആണ്. ഈ 66 2/3% എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് 2/3 ആണ് അല്ലെ. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അഥവാ 33 1/3% 1/3 ആണ്. അപ്പൊ 66 2/3% 2/3 ആണ്. അപ്പോ നമ്മുടെ ഇൻകം 3 ആയിരുന്നുവെങ്കിൽ അതിന്റെ 66 2/3% ആയ 2 ആണ് എക്സ്പെൻഡിച്ചർ അല്ലെ. അപ്പൊ സേവിങ്സ് എന്തായിരിക്കും? 1 ആയിരിക്കും. ഈ സേവിങ്സിന്റെ വാല്യൂ ആണ് 1200 എന്ന് തന്നിട്ടുള്ളത്. 1 യൂണിറ്റിന്റെ വാല്യൂ 1200 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇസ് മന്ത്ലി എക്സ്പെൻസ്. അപ്പൊ എക്സ്പെൻഡിച്ചർ 2 യൂണിറ്റ് ആണ്. 1 യൂണിറ്റ് 1200 ആണെങ്കിൽ 2 യൂണിറ്റ് 2400. അപ്പൊ നമുക്ക് എക്സ്പെൻഡിച്ചർ 2400 എന്ന് വളരെ സിമ്പിൾ ആയിട്ട് കിട്ടും. ഓക്കെ, നമുക്ക് ഒന്നും പാടിയും പറയാം. ഇൻകം ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ പ്ലസ് സേവിങ്സ് ആണ്. ഇവിടെ എക്സ്പെൻഡിച്ചർ 66 2/3% ആണ് തന്നിട്ടുണ്ട്. 66 2/3 എന്ന് പറഞ്ഞാൽ 2/3 ആണ്. അഥവാ ഇപ്പൊ ഇൻകം 3 യൂണിറ്റ് ആണെങ്കിൽ എക്സ്പെൻഡിച്ചർ 2 യൂണിറ്റ് ആണ്. അപ്പൊ സേവിങ്സ് 1. സേവിങ്സ് 1 യൂണിറ്റിന്റെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 1200 തന്നിട്ടുണ്ട്. അപ്പൊ എക്സ്പെൻഡിച്ചർ 2 യൂണിറ്റിന്റെ വാല്യൂ 2 × 1200 2400 എന്ന് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ഇപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ പോവാം. Ram's expenditure and savings in the ratio of 5:3. If income increased by 12% and expenditure by 15%, then how much percentage is saving increases? ഓക്കെ, ഇവിടെയും സെയിം ക്വസ്റ്റ്യൻ ആണ്, സെയിം പിന്നെ തന്നെയാണ് ഇക്വേഷൻ തന്നെയാണ്. ഇൻകം ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ പ്ലസ് സേവിങ്സ് അല്ല. ഇൻകം ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ പ്ലസ് സേവിങ്സ്. ഓക്കെ, ഇവിടെ ഇൻകം എക്സ്പെൻഡിച്ചറിന്റെയും സേവിങ്സിന്റെയും റേഷ്യോ 5:3 ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ 5 + 3
അപ്പൊ ഇൻകം എത്ര യൂണിറ്റ് ആവും? 8 യൂണിറ്റ് ആവും അല്ല, ഇൻകം 8 യൂണിറ്റ് ആവും. അപ്പോൾ 8, 5, 3 ഇതൊക്കെ നമുക്ക് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ റേഷ്യോകളാണല്ലോ. നമുക്ക് ഇതിനെ 100 കൊണ്ട് ഗുണിക്കുക. അപ്പൊ 800 ഈക്വൽ ടു 500 പ്ലസ് 300 എന്ന് വരും. ഓക്കെ, 800 ഈക്വൽ ടു 500 പ്ലസ് 300 എന്ന് വരും. ഞാൻ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇഫ് ഇൻകം ഇൻക്രീസ്ഡ് ബൈ 12%, ഇൻകം 12% കൂടി. അപ്പൊ 800ന്റെ 12% കൂടി എന്ന് പറഞ്ഞാൽ 800ന്റെ 10% 80 2% എന്ന് പറയുമ്പോൾ 1% 8 2% 16. അപ്പോ ടോട്ടല് 896 896. ഓക്കെ, അടുത്ത് ആൻഡ് എക്സ്പെൻഡിച്ചർ ബൈ 15%, എക്സ്പെൻഡിച്ചർ 15% കൂടി. 500ന്റെ 10% 50, 5% 25, 15% കൂടി എന്ന് പറഞ്ഞാല് 575. അപ്പോ സേവിങ്സ് ഈ 896 575 കുറച്ചാൽ എത്ര കിട്ടും? 896 575 കുറച്ചാൽ 321 കിട്ടും. 321 കിട്ടും. ഓക്കെ, അപ്പോ നമ്മളോട് എന്താ ചോദിച്ചിട്ടുള്ളത്? ദെൻ ഹൗ മച്ച് പെർസെന്റേജ് ഈസ് സേവിങ്സ് ഇൻക്രീസ്ഡ്? സേവിങ്സ് എത്ര പെർസെന്റേജ് ആണ് കൂടിയതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ 300 321. ഇതാണല്ലോ സേവിങ്സ്. ഇത് ഇൻകം ആണ്, ഇത് എക്സ്പെൻഡിച്ചർ ആണ്, ഇത് സേവിങ്സ് ആണ്. സേവിങ്സ് 300 ഉള്ളത് 321. 21 കൂടി. ഏതിൽ നിന്ന്? 300ൽ നിന്ന് 21 കൂടി. ഇൻറ്റു 100 അല്ല, ഇൻറ്റു 100. ഈ 100ഉം ഇതും ക്യാൻസലായി. 21/3 7% എന്ന ആൻസർ കിട്ടും. ഓക്കെ, 7% എന്ന ആൻസർ കിട്ടും. അപ്പൊ ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഇവിടെ റാം എക്സ്പെൻഡിച്ചർ ആൻഡ് സേവിങ്സ് ആർ ഇൻ ദ റേഷ്യോ 5:3. എക്സ്പെൻഡിച്ചറും സേവിങ്സിന്റെ റേഷ്യോ 5:3 ആണ്. അപ്പൊ എക്സ്പെൻഡിച്ചർ 5 യൂണിറ്റ് ആണ്, സേവിങ്സ് 3 യൂണിറ്റ് ആണെങ്കിൽ ഇൻകം 8 യൂണിറ്റ് ആണ്. അപ്പൊ 8, 5, 3 ഒക്കെ വെച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടായത് കൊണ്ട് നമ്മൾ ഇതിനൊക്കെ 100 കൊണ്ട് ഗുണിച്ചു. അപ്പൊ 800 ഈക്വൽ ടു 500 പ്ലസ് 300 എന്ന് കിട്ടി. ഓക്കെ, അപ്പോ എന്താ ഇൻകം ഇൻക്രീസ്ഡ് ബൈ 12%. അപ്പൊ 800ന്റെ 12% എന്ന് പറഞ്ഞാൽ 96. അപ്പൊ 800 12% ആയ 96 കൂടി 896. ആൻഡ് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ്ഡ് ബൈ 15%. 500 575. അപ്പോ സേവിങ്സ് അല്ല, അപ്പൊ സേവിങ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ 896 മൈനസ് 575. അപ്പൊ 321 എന്ന് നമുക്ക് കിട്ടി. അപ്പോ ഈ സേവിങ്സ് 300 ഉള്ളത് 321. അഥവാ 21 കൂടി. ഏതിൽ നിന്ന്? 300ൽ നിന്ന് 21 കൂടി. അപ്പൊ 21 ഡിവൈഡ് ബൈ 300 ഇൻറ്റു 100, 100 ക്യാൻസൽ ആയി. 21/3 7% എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. പ്രൈസ് ഓഫ് ഷുഗർ റൈസ്ഡ് ബൈ 20%. ബൈ ഹൗ മച്ച് പെർസെന്റേജ് ഷുഡ് ദ കൺസംപ്ഷൻ ഓഫ് ഷുഗർ ബി റെഡ്യൂസ്ഡ് സോ ദാറ്റ് ദ എക്സ്പെൻഡിച്ചർ ഡസ് നോട്ട് ചേഞ്ച്? ഷുഗറിന്റെ പ്രൈസ് 20% കൂടി. ഹൗ മച്ച് പെർസെന്റ് അപ്പൊ കൺസംപ്ഷൻ എത്ര കൊടുക്കണം? സോ ദാറ്റ് എക്സ്പെൻഡിച്ചർ ഡസ് നോട്ട് ചേഞ്ച്, എക്സ്പെൻഡിച്ചർ മാറാൻ പാടില്ല. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഒരു ഇക്വേഷൻ ആണ് എക്സ്പെൻഡിച്ചർ ഈക്വൽ ടു പ്രൈസ് ഇൻറ്റു കൺസംപ്ഷൻ. എക്സ്പെൻഡിച്ചർ ഈക്വൽ ടു പ്രൈസ് ഇൻറ്റു കൺസംപ്ഷൻ. ഇതൊന്നുമില്ല. ഇപ്പോ 1 കിലോ പഞ്ചാരയുടെ വില 20 ആണ്. 1 കിലോ പഞ്ചാരയുടെ വില 20 ആണ്. എന്റെ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഒരു മാസത്തേക്ക് അല്ല, എന്റെ കൺസപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു മാസത്തേക്ക് 5 കിലോ എനിക്ക് വേണം. അപ്പൊ എന്റെ എക്സ്പെൻഡിച്ചർ എന്തായിരിക്കും? 20 × 5 100 ആയിരിക്കും. അല്ല, 20 × 5 100 ആയിരിക്കും. അഥവാ 1 കിലോ പഞ്ചസാരയുടെ വില 20 ആണ്. അപ്പോൾ എന്റെ കൺസപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു മാസത്തേക്ക് 5 കിലോ ആണ്. അപ്പൊ 20 × 5 100 ആണ് എന്റെ ഒരു മാസത്തെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അതാണ് എക്സ്പെൻഡിച്ചർ ഈക്വൽ ടു പ്രൈസ് ഇൻറ്റു കൺസപ്ഷൻ എന്ന് പറയുന്നത്. എക്സ്പെൻഡിച്ചർ ഈക്വൽ ടു പ്രൈസ് ഇൻറ്റു കൺസപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വെച്ചാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുക. റേഷ്യോ മെത്തേഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ പ്രൈസ്, കൺസപ്ഷൻ, എക്സ്പെൻഡിച്ചർ. പ്രൈസ്, കൺസപ്ഷൻ, എക്സ്പെൻഡിച്ചർ. പ്രൈസ് ഓഫ് ഷുഗർ റൈസസ് ബൈ 20%. 20% എന്ന് പറഞ്ഞാല് 1/5 ആണ്. അപ്പൊ 20% കൂടി എന്ന് പറഞ്ഞാല് 5 ഉള്ളത് 6 ആയി. ഓക്കെ, ഇനി നോക്കണേ. ബൈ ഹൗ മച്ച് പെർസെന്റേജ് ഷുഡ് കൺസപ്ഷൻ ഓഫ് ഷുഗർ റെഡ്യൂസ്ഡ്? എത്ര പെർസെന്റേജ് കൺസപ്ഷൻ കൊടുക്കണം? സോ ദാറ്റ് എക്സ്പെൻഡിച്ചർ ഡസ് നോട്ട് ചേഞ്ച്. എക്സ്പെൻഡിച്ചർ ചേഞ്ച് ആവാൻ പാടില്ല. എക്സ്പെൻഡിച്ചർ ചേഞ്ച് ചെയ്യരുത്. അഥവാ ഇവിടെയും കോൺസ്റ്റന്റ് വാല്യൂ കിട്ടണം. അപ്പോൾ ഇവിടെയുള്ള നമ്പർ എന്തായിരിക്കണം? ഇപ്പോൾ പ്രൈസ് 6 കൂടി. അപ്പൊ കൺസപ്ഷൻ 6 യൂണിറ്റ് ഉള്ളത്
5 യൂണിറ്റ് ആയിട്ട് കുറയണം. ഓക്കെ, അപ്പോഴല്ലേ പിന്നെ 5 × 6 30, ഇവിടെ 30ആയി, 5 × 6 ഇവിടെ 30ആയി. അപ്പൊ എക്സ്പെൻഡിച്ചറിൽ മാറ്റില്ല. പ്രൈസ് 20% കൂടി, 5 ഉള്ളത് 6 ആയി. അപ്പൊ കൺസപ്ഷന് എന്താ 6 ഉള്ളത് 5 ആണ്. അപ്പൊ എക്സ്പെൻഡിച്ചറിൽ മാറ്റില്ല. എന്താ 5 × 6 30, 6 × 5 30. അപ്പൊ എക്സ്പെൻഡിച്ചർ സെയിം ആയിട്ട് നിൽക്കും. അപ്പൊ കൺസപ്ഷന് എത്ര പെർസെന്റേജ് കുറഞ്ഞു? 6ൽ ഉള്ളത് 5 ആയി, 1 യൂണിറ്റ് കുറഞ്ഞു. 1 യൂണിറ്റ് കുറഞ്ഞു. ഏതിൽ നിന്ന് കുറഞ്ഞു? 6ൽ നിന്ന്. 1/6 × 100 എന്ന് വരും അല്ലെ. 1/6 × 100 എന്നുള്ളതിന്റെ ആൻസർ 16.2/3% എന്നാണ് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എക്സ്പെൻഡിച്ചർ ഈക്വൽ ടു പ്രൈസ് ഇൻറ്റു കൺസപ്ഷൻ ആണ്. പ്രൈസ് 20% കൂടി, പക്ഷെ നമ്മൾ അപ്പൊ സ്വാഭാവികമായിട്ടും കൺസപ്ഷൻ കുറയ്ക്കേണ്ടി വരും. എന്തുകൊണ്ട്? നമ്മൾ എക്സ്ട്രാ എമൗണ്ട് ഒന്നും കൂടുന്നില്ല. എക്സ്പെൻഡിച്ചർ സെയിം ആയിട്ട് നിൽക്കണം അല്ല, എക്സ്പെൻഡിച്ചർ സെയിം ആയിട്ട് നിൽക്കണം. അപ്പോൾ കൺസപ്ഷന് കുറക്കേണ്ടി വരും. അപ്പോൾ പ്രൈസ് 5 ഉള്ളത് 6 ആയാല് എക്സ്പെൻഡിച്ചർ സെയിം ആയി നിൽക്കണമെങ്കിൽ കൺസപ്ഷൻ 6 ഉള്ളത് 5 ആവണം. അപ്പൊ 6 ഉള്ളത് 5 ആവുമ്പോൾ 1 യൂണിറ്റ് കുറഞ്ഞു കൺസപ്ഷൻ. ഏതിൽ നിന്ന്? 6ൽ നിന്ന്. അപ്പൊ 1/6 × 100 16.2/3% എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നും പാടി ക്ലിയർ ആവാൻ വേണ്ടി ഒരു ക്വസ്റ്റ്യനും അതേ ടൈപ്പ് തന്നെ നമുക്ക് ചെയ്യാം. നോക്കാം. ഇഫ് ദ ഫുഡ് പ്രൈസ് ഗോ അപ്പ് ബൈ 10%, by how much should man reduce his consumption so as not increase his expenditure? എക്സ്പെൻഡിച്ചർ മാറാൻ പാടില്ല. അപ്പോൾ പ്രൈസ് എക്സ്പെൻഡിച്ചർ ഈക്വൽ ടു പ്രൈസ് ഇൻറ്റു കൺസപ്ഷൻ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ പ്രൈസ് ഇൻറ്റു കൺസപ്ഷൻ ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ. പ്രൈസ് 10% കൂടി, 10 ഉള്ളത് 11 ആയി. അപ്പോൾ പിന്നെ കൺസപ്ഷൻ എത്ര കുറക്കണം? സോ ആസ് നോട്ട് ഇൻക്രീസ് എക്സ്പെൻഡിച്ചർ മാറാൻ പാടില്ല. അപ്പൊ കൺസപ്ഷൻ 11 ഉള്ളത് 10 ആവണം. അപ്പൊ ഇവിടെയും 110 വരും, ഇവിടെയും 110 വരും. എക്സ്പെൻഡിച്ചർ മാറിയിട്ടില്ല. കൺസപ്ഷൻ 11 ഉള്ളത് 10 ആയി. അപ്പൊ 1 യൂണിറ്റ് കുറഞ്ഞു. ഏതിൽ നിന്ന്? 11ൽ നിന്ന്. ഇൻറ്റു 100, 1/11 × 100, 9 1/11% എന്ന് ആൻസർ കിട്ടും. 9 1/11% എന്ന് ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എക്സ്പെൻഡിച്ചർ ഈക്വൽ ടു പ്രൈസ് ഇൻറ്റു കൺസപ്ഷൻ ആണ്. പ്രൈസ് 10% കൂടി, 10 ഉള്ളത് 11 ആയി. എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യാൻ പാടില്ല. അപ്പൊ കൺസപ്ഷന് 11 ഉള്ളത് 10 ആണ്. അപ്പൊ 10 × 11 110 എക്സ്പെൻഡിച്ചർ വരും. 11 × 10 110 വരും. അപ്പോൾ കൺസപ്ഷന് 1 യൂണിറ്റ് കുറഞ്ഞു. ഏതിൽ നിന്ന്? 11ൽ നിന്ന്. 1/11 × 100, 9 1/11% എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ പാർട്ട് 4 വീഡിയോയിൽ പറഞ്ഞത്. അഥവാ ഒരുപാട് പ്രധാനപ്പെട്ട ഒരുപാട് ടൈപ്പ് SSC TCS പാറ്റേണിൽ ചോദിക്കുന്ന ഒരുപാട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത്. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയ ക്വസ്റ്റ്യൻസ് ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.